ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന പരമചൈതന്യം ഏതോ അതാണ് നമ്മിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് എന്ന സത്യം നമുക്ക് ബോധ്യമാകുന്ന ഒരു സമയമുണ്ടാവും. അതെപ്പോഴാണ്? വാസ്തവത്തിൽ ഈ കാണുന്ന കണ്ണിന് ആധാരമായിരിക്കുന്ന ഒരു കണ്ണിനെ കാണുമ്പോൾ. അതുകൊണ്ട് കവി പറയുകയാണ്, കാണുന്ന കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരാധാരം ആകുന്ന കണ്ണൊന്നു വേറെ, ഞാനെന്നതാരെന്നതോരുന്ന നേരത്ത് ഞാനെന്നു കാണുന്നിതെല്ലാം. ഇതാണ് പരമസത്യത്തെ വിളിച്ചറിയിക്കുന്നത്. കാണുന്ന കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരാധാരം. ഇതൊക്കെ കാണുന്ന ഈ കണ്ണിന്, ഇതിൻ്റെ കാഴ്ചയ്ക്ക്, ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ആധാരമായിരിക്കുന്ന ഏതോ ഒന്നുണ്ട്. ആ കണ്ണ് വേറെയാണ്, ഈ കണ്ണല്ല. അതാണ് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുതാനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു അർക്കൻ, അഗ്നി മുതലായവയെ കാണുന്ന ആ കണ്ണിന് കണ്ണായിരിക്കുന്നത് മനസ്സാണ്. മനസ്സുണ്ടെങ്കിലേ ഈ കണ്ണിന് കാണാൻ കഴിയും. കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനും മനസ്സിനും കണ്ണായിരിക്കുന്നത് ബോധമാണ്. അതിനും കണ്ണായിരിക്കുന്നതാണ് ആ പരമസത്യം. അതാണിവിടെ കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. മനസ്സാകുന്ന കണ്ണിനും കണ്ണായിരിക്കുന്ന പൊരുളേതോ അതാണ് നാം എന്ന ബോധം നമുക്ക് വരും. ഇപ്പോൾ ഞാനെന്ന് പറയുന്നത് ഈ ദേഹമാണ്, ഈ അവസ്ഥയല്ല ഈ പറയുന്നത്. ഈ കണ്ണിനും കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരിക്കുന്ന പൊരുള് അത് താനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ താൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. തന്നിൽ നിന്ന് ഒന്നും തന്നെ ഇവിടെ വ്യത്യസ്തമല്ല എന്ന് മനസ്സിലാകും. അതാണ് കാണുന്ന കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരാധാരം ആകുന്ന കണ്ണൊന്നു. കാഴ്ചയ്ക്ക് ആധാരമായിരിക്കുന്ന കണ്ണ് വേറെ, ആധാരം ആകുന്ന കണ്ണൊന്നു വേറെ, ഞാനെന്നതാരെന്നതൂരുന്ന നേരത്ത് ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന നേരത്ത് താനും ഞാനെന്നു കാണുന്നിതെല്ലാം. ഇതിനൊക്കെ അന്തിമമായ പരമസത്യം ഞാനാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ആ ഓരോരുത്തർ എന്ന് പറയുന്നതും ഒന്നാണ് വാസ്തവത്തിൽ. ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്നല്ല, ഞാനും അവരും ഒന്നാണ്. മണികൾ പലത്, ആ മണികളെ കോർത്തിരിക്കുന്ന ചരടൊന്ന്. ആ ചരട് പോലെയാണ് ഓരോ നൂലിലൂടെയും കോർക്കപ്പെടുന്നത് ഒരേ ചരടാണ്. എന്നിലെ ചരടിനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ ചരട് തന്നെയാണ് അവരിലും ഉള്ളത്. അവരിലും ഇവരിലും മറ്റുള്ളവരിലും എല്ലാം നിറഞ്ഞിരിക്കുന്നത് ആ ചരടാണ്. അപ്പോൾ ആ ചരടിനെയാണ് ഇവിടെ ഞാനെന്ന് പറയുന്നതെങ്കിൽ നീ എന്ന് പറയുന്നതും ആ ഞാൻ തന്നെയാണ്. ഈ പരമസത്യം നമുക്ക് വെളിവായി കിട്ടണം. അത് വെളിവായി കിട്ടിയാൽ നാം പരിപൂർണ സംതൃപ്തരും നാം കൃതാർത്ഥരും പൂർണ്ണരുമായി തീരുന്നതാണ്. ആ അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ അവസ്ഥ കൈവരിക്കാൻ നാം എന്ത് ചെയ്യണം? നിരന്തരമായ ആത്മവിചാരം അതിന് കഴിയും. തത്വവിചാരവും ആത്മവിചാരവും
രണ്ടും നാം മാറി മാറി ആത്മാവിനെക്കുറിച്ച് വിചാരം വരുമ്പോൾ അവിടെ തത്വങ്ങൾക്ക് പ്രസക്തിയില്ല. ആത്മാവിനെ കാട്ടിത്തരുന്നതാണ് തത്വവിചാരം. തത്വങ്ങൾ ബോധിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ആത്മാവിനെ നമുക്ക് ബോധിക്കാൻ കഴിയും. ആത്മാവിനെ ബോധിക്കുന്നത് തന്നെയാണ് ആത്മവിചാരം. കാണുന്ന കണ്ണിന് കാഴ്ചയ്ക്കൊരാധാരം ആകുന്ന കണ്ണൊന്നു വേറെ. ഞാനെന്നതാരെന്നതോരുന്ന നേരത്തെ ഞാനെന്നു കാണുന്നിതെല്ലാം. ഞാൻ ആരാണ് എന്ന് ഓരുന്ന സമയം, അന്വേഷിക്കുന്ന സമയത്ത് അത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു. ഈ സുഭാഷിതം വീണ്ടും വീണ്ടും നാം മനനം ചെയ്യുമ്പോൾ നമുക്ക് ആ പരമമായ നിർവൃതി സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കാണുന്ന കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരാധാരം ആകുന്ന കണ്ണൊന്നു വേറെ. ഞാനെന്നതാരെന്നതോരുന്ന നേരത്ത് ഞാനെന്നു കാണുന്നിതെല്ലാം.